സെൻട്രൽ സ്റ്റേഡിയത്തിന് മുന്നിൽ വലിയ ജനാരവം. പി സി വിശ്വനാഥ് എം എൽ എ അകത്തേക്ക് പോകുന്നു. എം എൽ എമാർ ഒട്ടുമിക്ക എം എൽ എമാരും ഇതുവഴി അകത്തേക്ക് കയറുകയാണ്. ഇനി സെൻട്രൽ സ്റ്റേഡിയത്തിനകത്തേക്ക് നോക്കിയാലും അവിടെ വലിയ ജനസഞ്ചയമാണ്. ആയിരക്കണക്കിന് ആളുകൾ. അങ്ങനെ അത് ഈ പറയുന്ന വലിയ ആഘോഷം, ആമോദം, വലിയ ആവേശം. അതിന് കാരണം 10 വർഷത്തെ അധികാര നഷ്ടം, തൊട്ടുപിടിച്ചയിൽ അധികാരം. അതും 100 ആംബുലൻസ് പുറത്തേക്ക് വരികയാണ്. എന്താ കാരണം എന്നറിയില്ല. എന്തോ ഒരു ആംബുലൻസ് അത്യാവശ്യ ഘട്ടത്തിൽ എന്തോ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ആംബുലൻസ് പുറത്തേക്ക് വരികയാണ്. ഒട്ടുമിക്ക എം എൽ എമാരൊക്കെ അകത്തേക്ക് കയറുന്നുണ്ട്. പുതിയ പി സി വിശ്വനാഥാണ് നേരത്തെ അങ്ങോട്ടേക്ക് പോയത്. അതിന് പുറത്തേക്ക്, സ്റ്റേഡിയത്തിന് പുറത്തേക്ക് ഒരു ആംബുലൻസ് അകത്ത് എന്തോ ഒരു അത്യാവശ്യം ഉണ്ടായിട്ട് അത് പുറത്തേക്ക് പോവുകയാണ്. ഇപ്പോൾ ഈ വണ്ടി പുറത്തേക്ക് പോകാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാര്യം അത്രയധികം ആളുകൾ ഇവിടെ നിൽക്കുന്നു, അത്രയധികം വണ്ടികൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇങ്ങോട്ടേക്ക് എപ്പോഴെത്തും എന്നുള്ളതാണ് ഇനിയുള്ള ആകാംക്ഷ. കാര്യം രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും കാത്ത് അദ്ദേഹം അവിടെ വിമാനത്താവളത്തിൽ വെയിറ്റ് ചെയ്യുകയായിരുന്നു. ഒരു ആംബുലൻസും അതിന് പിന്നാലെ ഒരു പോലീസ് എസ്കോർട്ടും അതിന് പിന്നാലെ പോകുന്നുണ്ട്. എന്താണ് കാര്യം എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും എം എൽ എമാർ കൂടുതൽ പേർ ഇങ്ങോട്ടേക്ക് എത്തുകയും ചെയ്യുന്നു. ദിലീപ് കുമാർ സെൻട്രൽ സ്റ്റേഡിയത്തിനകത്തു നിന്നും ചേരുന്നുണ്ട്. ദിലീപ്, സ്റ്റേഡിയത്തിന് പുറത്തെ കാഴ്ച ആവേശത്തിന്റെ പരകോടി കാഴ്ചയാണ്. എം എൽ എമാർ, പോലീസ് നിയന്ത്രണം, പോലീസ് എന്താ കഷ്ടപ്പെടുന്ന കാഴ്ചയൊക്കെ കാണുന്നുണ്ട്. എന്താണ് സ്റ്റേഡിയത്തിനകത്തെ കാഴ്ച, ദിലീപ് കുമാർ? ഹാഷ്മി, തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയം നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് UDF പ്രവർത്തകരെ കൊണ്ട്. സംസ്ഥാനത്തെമ്പാടും നിന്നെത്തിയ UDF പ്രവർത്തകർ, വലിയ ആവേശത്തോടുകൂടി എത്തിയ പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. അതിനിടയിൽ ക്ഷണിക്കപ്പെട്ട അതിഥികളുണ്ട്. പക്ഷേ ഇവർക്കൊക്കെ ഈ അകത്തേക്ക് കയറുന്നതിനിപ്പോൾ വലിയ പ്രയാസം നേരിടുകയാണ്. കാരണം എങ്ങും UDF പ്രവർത്തകരാണ്. എല്ലാ ഗേറ്റുകളിലും UDF പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇവിടെ നേരത്തെ അതിഥികൾക്കായി റിസർവ് ചെയ്ത സീറ്റുകളിലേക്ക് അടക്കം ഇപ്പോൾ UDF പ്രവർത്തകർ എത്തിച്ചേർന്നിരിക്കുകയാണ്. ആവർത്തിച്ച് അനൗൺസ് ചെയ്യുന്നുണ്ട് അവിടെ നിന്ന് മാറിക്കൊടുക്കണമെന്നൊക്കെ. പക്ഷേ അതൊന്നും ഈ ജനസാഗരത്തിന് മുന്നിൽ ഒരു വലിയ ആൾക്കടൽ തന്നെയാണ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇത്തരത്തിലുള്ള ഈ നിർദ്ദേശങ്ങളൊക്കെ പക്ഷേ പരമാവധി അച്ചടക്കം ഇവർ പുലർത്തുന്നുണ്ട് എന്ന കാര്യം പറയാതെ വയ്യ. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ഇത് അവരെ കൊണ്ടും അങ്ങനെ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുന്നതല്ല. കാരണം അത്രത്തോളം ഈ സ്റ്റേഡിയത്തിന് കൊള്ളാവുന്നതിലും അധികം വലിയ തോതിലുള്ള ആൾക്കൂട്ടമാണ് ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സെൻട്രൽ സ്റ്റേഡിയത്തിൽ പല കസേരകളും ആർക്കെങ്കിലുമൊക്കെ നീക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് പോലും അങ്ങനെ അത് പുറകിൽ നിന്ന് ആ വിധത്തിലുള്ള തള്ളാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. പക്ഷേ പരമാവധി ഇവർ നിയന്ത്രണം പാലിക്കുന്നുണ്ട്. ഇത്രയേറെ ആൾക്കൂട്ടമുണ്ടെങ്കിലും ഈ മുദ്രാവാക്യം വിളികളുമൊക്കെയായി അവരിവിടെ മറ്റു വലിയ ഈ ഒരു തിരക്ക് അത് വലിയ തോതിൽ അത് പ്രവർത്തകർക്ക് അതിൻ്റെ ഒരു സമ്മർദ്ദമുണ്ടാകാത്ത വിധത്തിൽ എല്ലാവരും അവരവർ തന്നെ നിയന്ത്രിക്കുന്ന വിധത്തിലൊക്കെ പെരുമാറുന്നുണ്ട്. പക്ഷേ ഏതായാലും ഒരു വലിയ ജനസാഗരം ഇവിടെ എത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനകം ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് ആരംഭിക്കും. അല്പസമയത്തിനകം അതിഥികൾ ഇവിടേക്ക് എത്തും. ഇപ്പോൾ തന്നെ വേദിയിൽ അടൂർ പ്രകാശ്, UDF കൺവീനർ അടൂർ പ്രകാശ് എത്തിയിട്ടുണ്ട്. മറ്റു നിരവധി നേതാക്കൾ ഇപ്പോൾ സദസ്സിൽ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് സാക്ഷ്യം വഹിക്കുന്നതിനായി എത്തിച്ചേർന്നിട്ടുണ്ട്. വിവിധ മേഖലകളിലുള്ള പ്രഗത്ഭർ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് സാക്ഷ്യം വഹിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നേതാക്കൾ വേദിയിലിരിക്കുന്നത് ഒഴിവാക്കണമെന്ന് നേരത്തെ ലോക് ഭവൻ വിവരങ്ങൾ നൽകുമായിരുന്നു. വലിയ തിരക്കാണ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ പോലീസുകാർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടോ എന്നറിയാത്തവണ്ണം ഈ ഗേറ്റിൽ നമ്മൾ നിൽക്കുന്ന ഇതിന്റെ ഗേറ്റിൽ വലിയ തിരക്ക് അങ്ങോട്ട് കാണുന്നുണ്ട്. ആ ഗേറ്റ് തള്ളി തുറക്കുന്ന ദൃശ്യങ്ങളൊക്കെ കാണുന്നുണ്ട്. എയർപോർട്ടിന് പുറത്ത് ഷഫീദ് റാവുത്തർ ചെയ്യുന്നു. ഷഫീദ്, രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും എത്തിയോ? നിലവിലിപ്പോൾ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ, അതേപോലെ മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ളവർ ഈ എയർപോർട്ടിൽ നിന്ന് അല്പസമയം മുൻപ്, ഏതാണ്ട് സെക്കൻഡുകൾക്ക് മുൻപ് സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഈ പ്രധാനപ്പെട്ട നേതാക്കൾ, നമുക്ക് എയർപോർട്ടിന്റെ ഫ്രണ്ടിൽ നിന്ന് ദൃശ്യങ്ങൾ കാണാം. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഒരുപക്ഷെ ഉടൻ തന്നെ പുറത്തേക്കിറങ്ങും. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള ആളുകൾ പുറത്തേക്കിറങ്ങും. രാഹുൽ ഗാന്ധി എത്തിയിട്ടുണ്ട് വിമാനത്താവളത്തിലേക്ക്. അദ്ദേഹം എത്തിയിട്ടുണ്ട്. ഉടൻ തന്നെ അദ്ദേഹം വിമാനത്താവളത്തിന് പുറത്തേക്ക് ഇറങ്ങും. അദ്ദേഹം എത്തുന്ന വിമാനത്താവളത്തിനകത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഏതായാലും അല്പസമയത്തുള്ളിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വാഹനത്തിൽ കയറും. ശേഷം സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് പോകും. കോൺഗ്രസിനെ സംബന്ധിച്ച് 43 വർഷത്തിന് ശേഷം അവിടെ ഒരു സമ്പൂർണ്ണ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ദേശീയ നേതാക്കൾ, പ്രത്യേകിച്ച് മറ്റു സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരടക്കം, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.